ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഗ്രഹനില കണ്ടാൽ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ സൂചനകളാണ് ആ ഗ്രഹനിലയിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്ന വിധമാണ് ഈ വീഡിയോയിലെ പ്രതിപാദ്യ വിഷയം. ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏതൊരാളെയും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ജനന സമയത്തെ ഗ്രഹനിലയിൽ സൂര്യൻ മുതൽ 9 ഗ്രഹങ്ങളെ, അതായത് നവഗ്രഹങ്ങളെ, അവ ഏതേത് രാശികളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന കാര്യമാണ് ഗ്രഹനിലയിൽ ചുരുക്കെഴുത്തിലൂടെ സൂചിപ്പിക്കുന്നത്. സൂര്യന്റെ അപരനാമമായ രവി എന്ന പേരിന്റെ ആദ്യ അക്ഷരമായ ര എന്ന അക്ഷരം കൊണ്ട് ജനന സമയത്ത് സൂര്യൻ ഏത് രാശിയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ചന്ദ്രൻ എന്ന പേരിന്റെ ആദ്യ അക്ഷരമായ ച എന്ന അക്ഷരം കൊണ്ട് ജനന സമയത്ത് ചന്ദ്രൻ ഏതു രാശിയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ചൊവ്വയ്ക്ക് കുജൻ എന്ന മറ്റൊരു പേരുകൂടി ഉള്ളതിനാൽ ആദ്യ അക്ഷരമായ കു എന്നും, ബുധന് ആദ്യ അക്ഷരമായ ബു എന്നും, ശുക്രന് ആദ്യ അക്ഷരമായ ശു എന്നും, ശനിക്ക് മന്ദൻ എന്ന് അഥവാ സാവധാനം സഞ്ചരിക്കുന്നവൻ എന്ന അർത്ഥത്തോടുകൂടി മന്ദൻ എന്ന പേരിൻ്റെ ആദ്യ അക്ഷരമായ മാ എന്നും, രാഹുവിന് സർപ്പം എന്ന പേരിൻ്റെ ആദ്യ അക്ഷരമായ സ എന്നും, കേതുവിന് ശിഖി എന്ന പേരിൻ്റെ ആദ്യ അക്ഷരമായ ശി എന്നും, ഗുളികന് മാന്നി അഥവാ മന്നന്റെ പുത്രൻ എന്ന നാമമായ മാന്തി എന്നതിൻ്റെ ആദ്യ അക്ഷരമായ മാ എന്നും അടയാളപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു ഗ്രഹനിലയിൽ സൂര്യൻ മുതൽ 9 നവഗ്രഹങ്ങളെയും മാന്തിയെയും അടയാളപ്പെടുത്തി ജനന സമയത്ത് സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന രാശിയിൽ ലഗ്നം എന്നതിൻ്റെ ആദ്യ അക്ഷരമായ ല എന്നും രേഖപ്പെടുത്തിയെടുക്കുന്നതിനെയാണ് ഗ്രഹനില എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രഹനില വെച്ച് ഒരു വ്യക്തിയുടെ ശുഭാശുഭങ്ങൾ ജ്യോതിഷത്തിൽ വിശകലനം ചെയ്യുന്നത് എങ്ങനെ എന്ന് നോക്കാം. ഒരു ഗ്രഹനിലയിൽ രേഖപ്പെടുത്തുന്നതിന് 12 കളങ്ങളുള്ള ഒരു രാശി ചക്രത്തെ വരയ്ക്കുന്നു. ഈ 12 കളങ്ങൾ മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നിങ്ങനെ 12 രാശികളാണ്. ഈ രാശികളിൽ ഏതെങ്കിലും ഒരു രാശിയായിരിക്കും ജനന സമയത്ത് സൂര്യന് അഭിമുഖമായി നിൽക്കുന്നത്. ഈ രാശിയിൽ ലഗ്നം അടയാളപ്പെടുത്തുന്നു. ആ രാശിയാണ് ആ വ്യക്തിയുടെ ലഗ്നഭാവം, അതായത് 1-ാം ഭാവം എന്ന് പരിഗണിക്കുന്നത്. ആ ഭാവം തൊട്ട് അഥവാ 1-ാം ഭാവം തൊട്ട് 12 ഭാവങ്ങൾ കണക്കാക്കുന്നു. ഈ 12 ഭാവങ്ങളിൽ ഓരോ ഭാവങ്ങളിലും ശുഭഗ്രഹങ്ങളുടെ സാന്നിധ്യമോ ദൃഷ്ടിയോ ഉണ്ടായാൽ ആ ഭാവം കൊണ്ട് പരിഗണിക്കുന്ന കാര്യങ്ങൾ ശുഭകരം ആയിരിക്കുമെന്നും, ആ ഭാവത്തിൽ അശുഭ ഗ്രഹങ്ങളുടെ സാന്നിധ്യമോ ദൃഷ്ടിയോ ഒക്കെ ഉണ്ടായാൽ ആ ഭാവം കൊണ്ട് പരിഗണിക്കുന്ന കാര്യങ്ങൾ അശുഭങ്ങൾ ആയിരിക്കുമെന്നാണ് സൂചനകൾ ഉണ്ടാകുന്നത്. അടുത്തതായി ലഗ്നഭാവം മുതൽ 12 ഭാവങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങളെയാണ് പരിഗണിക്കുന്നത് എന്ന് ഏറ്റവും ലളിതമായും ആർക്കും മനസ്സിലാകുന്ന വിധത്തിലും വ്യക്തമാക്കാൻ ശ്രമിക്കാം. ആദ്യം 1-ാം ഭാവം കൊണ്ട് വ്യക്തിയുടെ ദേഹഭംഗിയും ആരോഗ്യവും ശ്രേയസ്, യശസ്, സുഖം, ജയം എന്നിങ്ങനെ ശരീരത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളുടെയും സൂചനകളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കളത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുകയോ ആ ഭാവത്തിലേക്ക് മറ്റേതെങ്കിലും രാശികളിൽ നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യുകയോ ചെയ്യുന്നു എങ്കിൽ ആ ഭാവത്തിന് ശുഭത്വം ഉണ്ടാകുകയും, മറിച്ച് അശുഭ ഗ്രഹങ്ങൾ ആ ഭാവത്തിൽ നിൽക്കുകയോ മറ്റേതെങ്കിലും രാശികളിൽ നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യുകയോ ചെയ്യുന്നു എങ്കിൽ ആ ഭാവത്തിന് അശുഭങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. അതുപോലെ ആ ഭാവത്തിന് മുന്നിലും പിന്നിലുമായി
മുന്നിലുള്ള ഭാവങ്ങളിലും പിന്നിലുള്ള ഭാവങ്ങളിലും ശുഭഗ്രഹങ്ങൾ നിന്നാൽ ഭാവത്തിന് ശുഭ മദ്യമെന്നും അശുഭ ഗ്രഹങ്ങൾ നിന്നാൽ അശുഭ മദ്യമെന്നും വിലയിരുത്തുന്നു. ശുഭമദ്യമുണ്ടായാൽ ഭാവത്തിന് ശുഭകരമെന്നും അശുഭ ഗ്രഹങ്ങളുടെ മധ്യത്തിലാണ് ഭാവം വരുന്നതെങ്കിൽ അശുഭകരമെന്നും കണക്കാക്കാവുന്നതാണ്. അതായത് ഒന്നാം ഭാവം കൊണ്ട് വ്യക്തിയുടെ ദേഹഭംഗി, ആരോഗ്യം തുടങ്ങിയ ശരീരത്തെ സംബന്ധിച്ച് മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ സൂചനകൾ നോക്കുമ്പോൾ ശുഭഗ്രഹങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് ശുഭകരമായിരിക്കുമെന്നും അശുഭഗ്രഹങ്ങളുടെ സാന്നിധ്യമെങ്കിൽ ദേഹഭംഗി, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾക്ക് അശുഭങ്ങൾ ഉണ്ടാകും എന്നുമാണ് കണക്കാക്കുന്നത്. ല എന്ന് രേഖപ്പെടുത്തിയതിൻ്റെ തൊട്ടടുത്ത ഭാവത്തെയാ രണ്ടാം ഭാവം എന്ന് പറയുന്നു. ഈ ഭാവം കൊണ്ട് ആ വ്യക്തിയുടെ വാക്ക്, വ്യക്തിക്ക് ഉണ്ടാകാവുന്ന ധനം, ഉണ്ടാകാവുന്ന പലതരം വിദ്യകൾ, വലത് കണ്ണിന് ഉണ്ടാകാവുന്ന ശുഭ അശുഭങ്ങൾ എന്നിവയാണ് കണക്കാക്കുന്നത്. ഈ ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുക, ഈ ഭാവത്തിലേക്ക് ശുഭഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുക, ഭാവത്തിന് ഇരുപുറങ്ങളിലുമായി ശുഭഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുക എന്നിവ ഉണ്ടായാൽ ഈ ഭാവത്തിന് നല്ല പുഷ്ടി ഉണ്ടായിരിക്കുമെന്നും മറിച്ച് അശുഭഗ്രഹങ്ങളാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നതെങ്കിൽ ആ ഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അഥവാ നല്ല വിദ്യകൾ കൈവശമുണ്ടാകുകയില്ലെന്നും ആവശ്യത്തിന് ധനം കൈവശമുണ്ടായിരിക്കുകയില്ലെന്നും പറയുന്ന വാക്കുകൾ നല്ലതായിരിക്കുകയില്ലെന്നും ഒക്കെയുള്ള സൂചനകൾ ലഭിക്കുന്നതാണ്. അടുത്തത് മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് സഹോദരങ്ങൾ, ധൈര്യം, വീര്യം, ദുർബുദ്ധി, ഉത്സാഹം, വലതു ചെവി എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ സൂചനകളാണ് ഉണ്ടാകുന്നത്. ഈ ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുക, ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടാകുക, ഭാവത്തിന്റെ ഇരുപുറങ്ങളിലുമായി ശുഭഗ്രഹങ്ങൾ നിൽക്കുക എന്നിവയുണ്ടായാൽ നല്ല സഹോദരങ്ങൾ ഉണ്ടായിരിക്കുമെന്നും നല്ല ധൈര്യവും വീര്യവും നേർബുദ്ധിയും മറ്റും ഉണ്ടാകുമെന്നും മറിച്ച് അശുഭഗ്രഹ സ്ഥിതി, അശുഭഗ്രഹ ദൃഷ്ടി, ഇരുപുറങ്ങളിലും അശുഭഗ്രഹങ്ങളുടെ സ്ഥിതി മുതലായവ ഉണ്ടായാൽ സഹോദരങ്ങൾ നല്ലവരായിരിക്കുകയില്ലെന്നും ധൈര്യമോ വീര്യമോ ഉണ്ടായിരിക്കുകയില്ലെന്നും ദുർബുദ്ധിക്ക് ഉടമയായിരിക്കുമെന്നും തുടങ്ങിയ അശുഭങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് നാലാം ഭാവം കൊണ്ട് വ്യക്തിയുടെ അമ്മയെ പറ്റിയും അമ്മാവനെ പറ്റിയും മരുമകൻ, ബന്ധുക്കൾ, കൃഷിഭൂമി, സുഖം, വാഹനം, ഇരിപ്പിടം അഥവാ ഇരിക്കുന്ന സ്ഥാനം, പരിശുദ്ധി, വെള്ളം, ശയനോപകരണങ്ങൾ, വ്യക്തിക്കുണ്ടാകാവുന്ന അഭിവൃദ്ധി, പശു തുടങ്ങിയ നാൽക്കാലികൾ, ജനിച്ച വീടിനെ സംബന്ധിച്ച കാര്യങ്ങൾ എന്നിവകൾ നാലാം ഭാവത്തിലെ ശുഭഗ്രഹങ്ങളുടെ സ്ഥിതിയും നാലാം ഭാവത്തിലേക്കുള്ള ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ശുഭഗ്രഹങ്ങളുടെ മധ്യത്തിലായി ഭാവം വരികയും ചെയ്യുമ്പോൾ മേൽപ്പറഞ്ഞതായ കാര്യങ്ങൾക്ക് ശുഭാവസ്ഥകളും മറിച്ച് നാലാം ഭാവത്തിന് അശുഭഗ്രഹങ്ങളുടെ സംബന്ധമാണ് ഉണ്ടാകുന്നതെങ്കിൽ മേൽപ്പറഞ്ഞതായ കാര്യങ്ങളുടെ അശുഭ അവസ്ഥയുമായിരിക്കും ഫലം ആയി വരുന്നത്. അടുത്തത് അഞ്ചാം ഭാവം കൊണ്ട് വ്യക്തിക്ക് ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം എന്നീ 3 കാലങ്ങളിലെയും കാര്യങ്ങളെ അറിയുന്നതിനുള്ള ബുദ്ധി, നല്ല ധാരണാശക്തി, അപ്പോഴപ്പോൾ ഉചിതം പോലെ വേണ്ടത് ചെയ്യുന്നതിനുള്ള ബുദ്ധി, അതായത് പ്രജ്ഞ, മേധ, പ്രതിഭ എന്നിവകളും കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്ന സുകൃതം, മനസ്സിന്റെ പരിശുദ്ധി, കാര്യങ്ങളുടെ ആലോചന, മന്ത്രിസ്ഥാനം, സന്താനങ്ങൾ എന്നിവയുടെ ശുഭ അശുഭങ്ങൾ അറിയുന്നു. ശുഭഗ്രഹങ്ങളുടെ സ്ഥിതിയോ ദൃഷ്ടിയോ ശുഭഗ്രഹങ്ങളുടെ മധ്യത്തിലായി ഭാവം വരികയോ ചെയ്യുമ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് ശുഭവും അശുഭഗ്രഹങ്ങളാണ് ഭാവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെങ്കിൽ അശുഭവും ആയിരിക്കും ഫലം ആകുന്നത്. അടുത്തത് ആറാം ഭാവം കൊണ്ട് വ്യക്തിയുടെ രോഗങ്ങൾ, ശത്രുക്കൾ, മനോദുഃഖം, ദേഹത്തിന് പറ്റുന്ന പരിക്ക്, ശത്രുവിന്റെ ആയുധം കൊണ്ട് ഉണ്ടാകുന്ന മരണം, കള്ളന്മാരുടെ ശല്യം എന്നിവയെക്കുറിച്ച് പരിശോധിക്കുന്നു. ലഗ്നം തൊട്ട് എണ്ണുമ്പോൾ ആറാമത് ഭാവത്തിന് ശുഭഗ്രഹങ്ങളുമായി സംബന്ധമുണ്ടാകുമ്പോൾ അഥവാ സ്ഥിതി, ദൃഷ്ടി, ശുഭമദ്യം എന്നിവ ഉണ്ടായാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് ശുഭവും അശുഭഗ്രഹങ്ങളുടെ ബന്ധത്തിലാകുമ്പോൾ മേൽപ്പറഞ്ഞതായ കാര്യങ്ങൾക്ക് അശുഭവും ഉണ്ടാകുന്നു.
അടുത്തത് 7ാം ഭാവം കൊണ്ട് വ്യക്തിയുടെ വിവാഹം, ഭാര്യ, ഭർത്താവ്, കാമവിശേഷങ്ങൾ, ദർശനം, യാത്ര പോകുക വരിക, ഭാര്യയുടെ വീട്, ഭർത്താവിൻ്റെ വീട്, നഷ്ടപ്പെട്ടു പോയ ധനം, ശയനോപകരണങ്ങൾ, സ്ത്രീ പുരുഷ സമാഗമങ്ങൾ മുതലായ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ഈ ഭാവത്തിനും ശുഭഗ്രഹ സംബന്ധവും മറ്റുമുണ്ടായാൽ ശുഭവും, അശുഭഗ്രഹ സംബന്ധവും മറ്റുമുണ്ടായാൽ അശുഭ അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. അടുത്തത് 8ാം ഭാവം കൊണ്ട് വ്യക്തിയുടെ സർവ്വ വസ്തുക്കളുടെയും നാശം, ആപത്ത്, ഉണ്ടാകാവുന്ന അപകീർത്തികൾ, മരണത്തിൻ്റെ ദേശം, മരണത്തിൻ്റെ കാരണം, ഭൃത്യന്മാർ, മഠം, ഉപഗ്രഹം, രോഗങ്ങൾ, കാര്യ തടസ്സങ്ങൾ എന്നിവകളുടെ ശുഭാശുഭങ്ങളാണ് പരിശോധിക്കപ്പെടുന്നത്. മേൽപ്പറഞ്ഞതുപോലെ ശുഭഗ്രഹങ്ങളുടെ സംബന്ധമുണ്ടായാൽ ശുഭവും, അശുഭഗ്രഹങ്ങളുടെ സംബന്ധമുണ്ടാകുന്ന പക്ഷം അശുഭവും അനുഭവം ആകുന്നതാണ്. അടുത്തത് 9ാം ഭാവം കൊണ്ട് വ്യക്തിയുടെ ഭാഗ്യം, ചെയ്തു തീർക്കേണ്ടതായ കടമകൾ, അന്യനോടുള്ള ദയ, സുഹൃതം, വ്രതാനുഷ്ഠാനങ്ങൾ, പിതാവിനെ സംബന്ധിച്ചതും മക്കളുടെ മക്കളെ സംബന്ധിച്ച കാര്യവും, ദാനശീലത്തെ സംബന്ധിച്ചും ഈശ്വര ഭക്തിയെ സംബന്ധിച്ചും സദാചാരത്തെ സംബന്ധിച്ചും ഗുരുക്കന്മാരെ സംബന്ധിച്ചും 9ാം ഭാവത്തിൻ്റെ ശുഭാശുഭങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുന്നു. അടുത്തതായി 10ാം ഭാവം കൊണ്ട് വ്യക്തിയുടെ സർവ്വവിധ പ്രവൃത്തികളും, ഭൃത്യന്മാരെ സംബന്ധിച്ചും ആജ്ഞാശക്തിയെ സംബന്ധിച്ചും വ്യക്തിയെ ആശ്രയിക്കുന്നവരെയും വ്യക്തി ആശ്രയിക്കുന്നവരെ സംബന്ധിച്ചും നഗരം, വഴിയമ്പലങ്ങൾ, സഭകൾ, ദേവാലയം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഗ്നം തൊട്ട് 10ാം ഭാവത്തിൻ്റെ ശുഭാശുഭങ്ങൾ പരിശോധിച്ച് മേൽപ്പറഞ്ഞ പ്രകാരം വിലയിരുത്തുന്നു. 11ാം ഭാവം കൊണ്ട് വ്യക്തിയുടെ ഇടപാടുകളിൽ നിന്ന് ഉണ്ടാകുന്നതായ ധനലാഭങ്ങളെ സംബന്ധിച്ചും സർവ്വവിധങ്ങളായ അഭീഷ്ടസിദ്ധികളെ സംബന്ധിച്ചും വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള പുത്രന്മാർ, ജ്യേഷ്ഠ സഹോദരൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ശുഭാശുഭങ്ങൾ മേൽപ്പറഞ്ഞ പ്രകാരം പരിശോധിക്കപ്പെടുന്നു. 12ാം ഭാവം കൊണ്ട് വ്യക്തിക്ക് ജീവിതത്തിൽ സംബന്ധിക്കുന്നതായ ചിലവുകളും പാപകർമ്മങ്ങളെ സംബന്ധിച്ചും സ്ഥാനചലനങ്ങളും ശരീരത്തിനുണ്ടാകുന്ന വൈകല്യങ്ങളും വൈരൂപ്യങ്ങളും തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കപ്പെടുന്നു. ഇങ്ങനെയാണ് ഒരു ജാതകത്തിലെ ഗ്രഹനില നോക്കി ഒരു വ്യക്തിയുടെ ശുഭാശുഭങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. ശുഭഗ്രഹങ്ങളെയും പാപഗ്രഹങ്ങളെയും കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ മറ്റ് ചില കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അവയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വ്യക്തമാക്കാവുന്നതാണ്. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, പൊരുത്തം, മുഹൂർത്തം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാ സേവനങ്ങൾക്കും 9605232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവ്വം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.